ഹായ് മക്കളെ, നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള ജെയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് അസോമീഥിൻ എന്നുള്ളൊരു കോമ്പൗണ്ടിൻ്റെ ഡീകമ്പോസിഷൻ്റെ റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചോദ്യം എന്താ, ദ വേരിയേഷൻ ഇൻ പാർഷ്യൽ പ്രഷർ വിത്ത് ടൈം അറ്റ് 600 കെൽവിൻ ഈസ് ഗിവൺ. അതായത് ഇതിൻ്റെ ഗ്രാഫ് ഈ 600 കെൽവിനിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ്റെ ഗ്രാഫ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതായത് LN/P/P0യും ടൈമും തമ്മിലൊരു ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതൊരു ചോദ്യം എന്താ, ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ ആ ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിക്കോളൂ. നമുക്കറിയാം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എന്താ, LnA0/AT = KT ആണ്. ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അതായത് A0/ATൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ LN എന്താകും, -LN ആകും. അപ്പം -LnAT/A0 = KT എന്ന് എഴുതാം. ഈ നെഗറ്റീവിന് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കാം അല്ലേ. ഒരു നെഗറ്റീവ് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു, നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരും. അപ്പോൾ LnAT/A0 = എന്ത് എഴുതി വെക്കാം, -KT എന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് നോക്കാം, LnAT/A0യും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഈ -K എന്ന് പറയുന്ന പേരാണെന്ത്, സ്ലോപ്പ്. ഇവർ ഏത് ഗ്രാഫാണ് നോക്കിക്കേ, LnP/P0. P/P0ക്ക് പകരം ഗ്യാസിൻ്റെ കേസിൽ കോൺസെൻട്രേഷന് പകരം നമുക്ക് A/A0ക്ക് പകരം P/P0 എന്ന് എഴുതാം. അപ്പം എനിക്ക് പറയാനുള്ളത് LnAT/A0യും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ പറയുന്ന പേരാ -K. അതായത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്ച്വലി എന്താ, -K ആണ്. അപ്പം -K അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം -K = അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്ലോപ്പാണ്. അപ്പോൾ അതിൽ നിന്നും K കണ്ടുപിടിക്കാം. T½ ആണ് ചോദ്യം. T½ ചോദിച്ചാൽ നമുക്ക് K അറിയണം. ഫസ്റ്റ് ഓർഡറിൻ്റെ T½ ഇക്വേഷൻ എന്താ, T½ = 0.693/K. സ്ലോപ്പിൽ നിന്ന് ഞാൻ K കണ്ടുപിടിച്ചു. ആ K ഇവിടെ പോയി എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, T½ കിട്ടി. അപ്പോൾ T½ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 × 10⁻⁻5 ആണ്. അവർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, അവർ x × 10⁻⁵ എന്നാണ് തന്നത്. ആ ഈ x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 എന്ന് എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് തന്നെ ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫോർ എ റിയാക്ഷൻ 2N2O5 gives 4NO2 + O2. ഒരു റിയാക്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ, ദി കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ് ചോദ്യം. N2O5ൻ്റെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഏത് റിയാക്ഷനാണെന്ന് പറയാൻ പറ്റുമോ, ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം. യൂണിറ്റ് നോക്കിയിട്ട് ഒരാളുടെ ഓർഡർ പറയാൻ പറ്റുമോ അല്ലേ. റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് നോക്കിക്കേ. റേറ്റ് കോൺസ്റ്റൻ്റ് ഏതാ, റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 3.4 × 10⁻⁵ സെക്കൻഡ് ഇൻവേഴ്സാണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സാണ്. നമുക്ക് ജനറൽ യൂണിറ്റ് അറിയാം. എന്താ ജനറൽ യൂണിറ്റ്, എന്താ, മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സാണ്. ഇത് സെക്കൻഡ് ഇൻവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ n എന്തായിരിക്കണം, 1 ആയിരിക്കണം. 1 - 1 0 ഇവിടെ n 1 ആണെങ്കിൽ 1 - 1 0 ഇത് മൊത്തം 0 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എന്തായി പോകും, 1 ആയി പോകും. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നു, N2O5ൻ്റെ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കണ്ടേ. ഫസ്റ്റ് ഓർഡർ അല്ലേ, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ = റേറ്റ് കോൺസ്റ്റൻറ്റ് × കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ റേസ് ടു എന്ത് എഴുതി വെക്കാം, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 1 എഴുതി വെക്കാം. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് N2O5 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷനെ കൊണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 3 mol/L ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, 3 mol/L. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യനും ജെയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ഇനി അടുത്തൊരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.